ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കക്കയിറച്ചി തോരനാണ്. അപ്പോൾ ഈ ഒരു തോരൻ തയ്യാറാക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തോരൻ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു തോരൻ മൺചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നാടൻ റെസിപ്പീസൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി നോക്കുക, എന്നാലേ അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ. എണ്ണ ചൂടായിട്ട് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഞാനൊരു 7 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകുമാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കൊച്ചുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 30ഓളം കൊച്ചുള്ളി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കൊച്ചുള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയും ചേർക്കാവുന്നതാണ്. എന്നാലും കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക, എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ നമ്മുടെ ഈ ഒരു തോരന്. അപ്പം എന്താ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കക്കയിറച്ചിയാണ് കേട്ടോ. അപ്പം ഇവിടെ ഞാനൊരു 1/2 കിലോയോളം കക്കയിറച്ചി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. 2-3 മിനിറ്റ് ഞാൻ കൊച്ചുള്ളി വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എന്താ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്കും കക്ക നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു കക്കയിറച്ചി ഒന്ന് വെന്തിടുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാണ് നമ്മൾ ഈ ഒരു തേങ്ങ ചതച്ചെടുക്കുന്നത്. അപ്പം എന്താ ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പം എന്താ ഏകദേശം ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. കക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഊറി വന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് നേരം നമ്മൾ കക്ക കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 5 മിനിറ്റോളം ടൈം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കക്ക പെട്ടെന്ന് കുക്കായി കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു മസാലപ്പൊടി കക്ക ഇറച്ചിയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. അതുപോലെ തന്നെ ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചമണം കൂടെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം എന്താ നമ്മളിതിലേക്ക് അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കക്കയിൽ തന്നെ കുറച്ച് വെള്ളം ഊറി വന്നതിന് ശേഷമാണ് അത് കുക്കായി കിട്ടുക. അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇപ്പം എന്താ നമ്മുടെ ഏകദേശം കക്കയിറച്ചി തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാലപ്പൊടിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നോൺ വെജ് തോരൻ ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം, എന്നാലും നല്ലൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് തേങ്ങാക്കൊത്താണ് കേട്ടോ. അപ്പം തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ തോരൻ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇതുപോലെ തേങ്ങാക്കൊത്തൊക്കെ കടിക്കാൻ കിട്ടുമ്പം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ നല്ല അടിപൊളി കക്കയിറച്ചി തോരൻ എന്താ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കക്കയിറച്ചി തോരൻ്റെ ടേസ്റ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അത്ര നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾന്നും കൂടിയൊക്കെ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. എന്നാലും ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.